എത്ര വളരാത്ത മുടിയും ഉള്ളോടുകൂടി വളരെ എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പലരും ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് മുടി ആകെ ഡാമേജ് വന്ന് മുടി വളരുന്നില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരാകും. പക്ഷേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ടിപ്പ് കൊണ്ട് നമുക്ക് മുടി പഴയ രീതിയിലേക്കും അതുപോലെ തന്നെ ഉള്ളും നീളവും വളരെ എളുപ്പത്തിൽ കൂട്ടാനായിട്ടും പറ്റുന്നതാണ്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ ഒപ്പമുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമുക്ക് 2 ചാനലുണ്ട്, ടിപ്സ് ഫോർ യു A to Z, ഗീതൂസ് ഹെയർ കെയർ. നമ്മളൊരു 6 വർഷമായിട്ട് എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും 7 ദിവസം കൊണ്ട് മാറാനായിട്ടും 2 ആഴ്ച കൊണ്ട് മുടി കൊഴിഞ്ഞു പോയിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ആയിട്ട് 1 വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്ന ഹെയർ ഓയിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഹെയർ ഓയിൽ മാത്രമല്ല, ഹെയർ ഗ്രോത്ത് പാക്ക്, ഹെയർ ജെല്ല്, സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് സോപ്പ്, അങ്ങനെ 11 പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്, പ്രൊഡക്ട്സ് വാങ്ങാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കുക, ഫുൾ ഡീറ്റെയിൽസ് അയക്കുന്നതായിരിക്കും. മുടിയിൽ ഡാമേജ് എല്ലാം മാറ്റി ഉള്ളും നീളവും പെട്ടെന്ന് കൂട്ടാനായിട്ടുള്ള ഈ ഒരു ടിപ്പിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് തൈരാണ് കേട്ടോ. പ്രത്യേകം എടുത്തു പറയുന്നു, വീട്ടിലുണ്ടാക്കുന്ന തൈര് വേണം നമ്മൾ എടുക്കാനായിട്ട്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ് കേട്ടോ. നാടൻ മുട്ടയായാലും കടയിൽ നിന്ന് വാങ്ങുന്നതായാലും കുഴപ്പമില്ല. തൈര് പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര് ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. ഇത് ആഴ്ചയിൽ 2 വട്ടം വെച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. തൈര് നമ്മുടെ തലമുടിയിൽ പുരട്ടുന്നത് നമ്മുടെ മുടിവേരുകൾക്ക് ബലം കൂട്ടാനായിട്ട്, താരൻ അകറ്റാനായിട്ട്, മുടിക്ക് തിളക്കവും മൃദുത്വവും നൽകാനായിട്ട് നല്ലതാണ്. ഒരു മുട്ടയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേണം കേട്ടോ, മഞ്ഞ ഒഴിവാക്കരുതേ. ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്തും തിക്കും അനുസരിച്ച് ഒരു ചെറിയ ബൗള് തൈരാണ് എടുക്കേണ്ടി വരിക കേട്ടോ. അത് 2 മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അത് ഇതേപോലെ നല്ല വെള്ളം പോലെ ആയിരിക്കും കേട്ടോ, കാരണം ഇതിൽ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ഒത്തിരി ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് മുടിയിലും സ്കാൾപ്പിലും പുരട്ടിയതിന് ശേഷം വേണം ഈ പാക്ക് പുരട്ടി കൊടുക്കാനായിട്ട്. ഇനി നോർമൽ ഹെയർ ആണോ ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം ഇതിൽ തൈരുണ്ട്, ഒത്തിരി ഡ്രൈ ആവാത്തൊരു പാക്കാണ് കേട്ടോ ഇത്. നമ്മുടെ സ്കാൾപ്പിൽ ആദ്യം മസാജ് ചെയ്ത് കൊടുത്തും കൊണ്ട് ഈ പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാലൻസ് വരുന്നത് നമ്മുടെ മുടിയുടെ തുമ്പിലും മുടിയിലൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ ജലദോഷം വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ഇട്ടിരുന്നാൽ മതി. വെള്ളം പോലുള്ള പാക്കായ കാരണം ചിലപ്പോൾ പെട്ടെന്ന് ജലദോഷം വരും. അല്ലാത്തവർ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നേരം വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ചില ആളുകൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ജലദോഷം വരാത്തവരുണ്ടാവാം. ഇപ്പം ഞാനിത് അരമണിക്കൂറാണ് ഇട്ടിരുന്നത് കേട്ടോ. ഇത് കുട്ടികൾക്കായാലും ചെയ്തു കൊടുക്കാവുന്നതാണ്. 5 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മളെ തൈര് നമ്മളുടെ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാനായിട്ട്, നല്ല തിളക്കവും മൃദുത്വവും നൽകാനായിട്ട് സഹായിക്കുന്നതാണ്. പ്രകൃതിദത്തമായിട്ടുള്ള പ്രോട്ടീനും ലാക്റ്റിക് ആസിഡും വിറ്റാമിൻ ഇ, സിങ്ക്, ബയോട്ടിൻ ഇതെല്ലാം നമ്മുടെ തൈരിലുണ്ട്. ഇതെല്ലാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. മുടിക്ക് തിളക്കം നൽകാനായിട്ടും ഡ്രൈ ഹെയർ മാറി സിൽക്കി ഹെയർ ആകാനായിട്ടും തൈരിൻ്റെ അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും തൈര് വെച്ചിട്ടുള്ള പാക്ക് കൊണ്ട് പറ്റുന്നതാണ്. നാച്ചുറൽ കണ്ടീഷണറായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ഇടാവുന്നതാണ് കേട്ടോ. ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കെമിക്കലായിട്ടുള്ള ക്രീംസ് ഒന്നും അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു ഹോം റെമഡിയാണ് ഈ ഒരു ടിപ്പ്. നമ്മളിതിൽ മുട്ട ചേർത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ടുള്ള ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട എന്ന് പറയുന്നത്. മുട്ട നമ്മൾ ആഴ്ചയിൽ 2 ദിവസം മുടിയിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ വളരാനായിട്ട്, മുടി കൊഴിച്ചിൽ മാറാൻ, നീളം വയ്ക്കാൻ, ഉള്ളു കൂടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുട്ടയിൽ ധാരാളം പ്രോട്ടീനും ബയോട്ടിനും ഉണ്ട് കേട്ടോ. ഇത് നമ്മളുടെ മുടിയിഴകൾക്ക് ബലം കൂട്ടാനായിട്ട്, കൊഴിച്ചിൽ പൊട്ടിപ്പോകുന്നതൊക്കെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. മുടി നന്നായിട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ പാക്ക് ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം എഗ്ഗിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്ത കാരണം ഈ പാക്ക് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരുടെ അടുത്ത് പറയുന്നു, ഏറ്റവും അടിപൊളി പാക്കാണിത്. 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. 1 മണിക്കൂറിന് ശേഷം കഴുകിയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, തലേദിവസം ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് തന്നെ നമ്മളുടെ ഹെയർ കിടക്കും.